Good morning. Absolute convergence in the section grouping of terms പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അവിടെ മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ absolute convergence implies convergence പ്രൂവ് ചെയ്തു. എന്നിട്ട് ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എന്താണ് എന്ന് പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്തത്. സീരീസ് എന്ന് പറഞ്ഞാൽ x1 + x2 + x3 + എക്സെട്ര എന്നുള്ള ടൈപ്പ് ടേംസ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ടേംസിനെ കമ്പൈൻ ചെയ്ത് പല സെറ്റ് ആക്കുക. എന്നിട്ട് ആ ഓരോ സെറ്റിന്റെയും ടോട്ടൽ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്താൽ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് പ്രോഗ്രഷൻ വരുന്ന സീരീസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഒറ്റയ്ക്ക്, സെക്കൻഡ് ടേം ഒറ്റയ്ക്ക്, തേർഡും ഫോർത്തും ടേംസ് ഞാൻ കമ്പൈൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കി. 5, 6, 7 കമ്പൈൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കി. എട്ടാമത്തെ ടേം വീണ്ടും ഒറ്റയ്ക്ക്. 9 മുതൽ 13 വരെയുള്ള ടേംസ് കമ്പൈൻ ചെയ്ത് ഒരു സെറ്റ് ആക്കി. അതിനുശേഷം ഞാൻ എങ്ങനെ വേണമെങ്കിലും ഇത് ഗ്രൂപ്പ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ സബ് കളക്ഷൻസ് ആക്കിയിട്ട് ആ ഓരോ സമ്മും കണ്ടുപിടിക്കുന്നു. അതാണ് nth ടേം ടോട്ടൽ സം എടുക്കുമ്പോൾ നമുക്ക് സീരീസ് കിട്ടുന്നു. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ആദ്യത്തെ തിയറം വരുന്നത്, if a series xn is convergent, then the series obtained from it by grouping the terms is also convergent and to the same value. ഒരു സം കൺവേർജന്റ് ആണെങ്കിൽ അതിലെ ടേംസിനെ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഓർഡർ എടുത്ത് ക്ലബ് ചെയ്ത് എഴുതിയിട്ട് ടേംസ് എടുത്തിട്ട് ആ ടേംസിന്റെ സം ആയിട്ട് എഴുതുന്ന സീരീസ്, ആ സീരീസ് എടുത്താൽ ആ സീരീസും ഒറിജിനൽ സീരീസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുക അവിടേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഗ്രൂപ്പിലെ ടേംസ് കമ്പൈൻ ചെയ്തിട്ട് ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അല്ലെ, ടേംസ് കളക്ട് ചെയ്ത് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ, ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ഈ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 മുതൽ xk1 വരെയുള്ള ടേംസിന്റെ കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കാം. k1 എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈക്വൽ ടു 1 തന്നെ ആവാം കേട്ടോ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് y1 = x1 വരും. ദാറ്റ്സ് ഓക്കെ. എത്ര ടേംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ, ഒരു ടേമേ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടേം, അതല്ല എത്ര ടേംസ് എടുത്തിട്ടുണ്ടോ അത്രയും ടേംസ്, ആ കോമ്പിനേഷനെ ഫസ്റ്റ് കോമ്പിനേഷനെ ഞാൻ y1 എന്ന് വിളിക്കുന്നു. അപ്പൊ സെക്കൻഡ് കോമ്പിനേഷനിൽ എവിടെ നിന്ന് തുടങ്ങിയേ പറ്റുള്ളൂ? xk1 + 1 മുതൽ തുടങ്ങിയേ പറ്റുള്ളൂ അല്ലെ. ഇവിടെ x3 വരെയാണെങ്കിൽ x4 മുതൽ തുടങ്ങണം, ഇവിടെ x1 ആണെങ്കിൽ x2 മുതൽ തുടങ്ങണം, x10 ആണെങ്കിൽ x11 മുതൽ തുടങ്ങണം, അങ്ങനെയാണ് വരുന്നത്. സോ y2ന്റെ സ്റ്റാർട്ടിംഗ് ടേം എന്ന് പറയുന്നത് xk1 + 1 ആണ്. അത് മുതൽ എത്ര ടേംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ അതിലെ ലാസ്റ്റ് ടേം ആണ് xk2 എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഈ y1, y2, y3 എക്സെട്ര എന്ന് പറയുന്നതാണ് ഗ്രൂപ്പിംഗ് ഓഫ് ടേംസ് വഴി കിട്ടുന്ന ഒരു സീരീസ്. ഒരു സീരീസ് കൺവേർജന്റ് ആവണമെങ്കിൽ എന്ത് വേണം? കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജന്റ് ആവണം. അതാണ് സീരീസിന്റെ കൺവേർജൻസിന്റെ ഡെഫിനേഷൻ. ഇതിലെ എക്സിന്റെ പാർഷ്യൽ സമ്മിന്റെ സീക്വൻസ് Sn ആണ് എന്നും വൈയുടെ പാർഷ്യൽ സംസിന്റെ സീക്വൻസ് Tn ആണ്, Tk, വേറെ n എന്നുള്ളതിന് പകരം വേറെ സഫിക്സ് കൊടുത്തു അത്രേ ഉള്ളൂ കേട്ടോ, Tk ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ T1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഒരു ടേമിന്റെ സം, അതായത് y1 എന്ന് വരും അല്ലെ. y1 എന്ന് പറഞ്ഞാൽ x1 മുതൽ xk1 വരെയുള്ളതിന്റെ സം ആണ്. x1 മുതൽ xk1 വരെ എന്ന് പറഞ്ഞാൽ ഈ സീരീസിന്റെ പാർഷ്യൽ സം ആണ് വരുന്നത് അല്ലെ, Sk1 എന്നാണ് വരുന്നത്. സോ T1 = Sk1. T2 എന്ന് പറഞ്ഞാൽ y1 + y2 ആണ്, അതായത് x1 മുതൽ xk2 വരെയുള്ള ടേംസിന്റെ സം ആണ് വരുന്നത്. സോ T2 = Sk2. Proceeding like this, we can see that T1, T2, T3 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസ് S1, S2, S3 എക്സെട്ര എന്ന സീക്വൻസിന്റെ ഒരു സബ് സീക്വൻസ് ആണ്. Sk1, Sk2, Sk3 എക്സെട്ര എന്നുള്ള സബ് സീക്വൻസ് ആണ്. ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ സബ് സീക്വൻസും സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നോ അവിടേക്ക് തന്നെ കൺവേർജ് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിഗ്മ xn കൺവേർജന്റ് ആണെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്ത് എടുത്തിട്ടുള്ള സിഗ്മ yn കൺവേർജന്റ് ആയിരിക്കും. ഓക്കെ, ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്തെടുക്കുന്ന സീരീസും ഗ്രൂപ്പിംഗ് ഓഫ് സീരീസ് വഴി കിട്ടുന്ന സീരീസും കൺവേർജന്റ് ആണ്, സെയിം പോയിന്റിലേക്ക് തന്നെയാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പക്ഷെ ഇതിന്റെ കോൺവേഴ്സ് പാർട്ട് ട്രൂ അല്ല. അതായത്
ടേംസ് ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസ് കൺവേർജന്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ സീരീസ് കൺവേർജന്റ് ആവണമെന്നില്ല. അതിന് ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ -1 എന്നുള്ള ടേംസിന്റെ സം വരുന്ന സീരീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സിഗ്മ -1 എന്നുള്ള സീരീസ്. സിഗ്മ -1 എന്നുള്ള സീരീസിന്റെ ടേംസ് എങ്ങനെയാ വരിക? -1 +1 -1 +1 എക്സെട്ര എന്ന് പോകും അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു ടേമിന്റെ സം എടുത്താൽ എനിക്ക് -1 കിട്ടും. രണ്ട് ടേംസിന്റെ സം എടുത്താൽ -1 +1 0 എന്ന് വരും. മൂന്ന് ടേംസിന്റെ സം എടുത്താൽ -1 +1 -1 അപ്പൊ നമുക്ക് വീണ്ടും -1 എന്ന് തന്നെ വരും. 4 ടേംസ് എടുക്കുമ്പോൾ -1 +1 -1 +1 അപ്പൊ ആൻസർ 0 വരും. അപ്പൊ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുത്തു പോയാൽ നമുക്ക് അവിടെ കിട്ടുന്നത് -1 0 -1 0 -1 0 എന്നുള്ള സീക്വൻസ് ആണ്. ആ സീക്വൻസ് കൺവേർജന്റ് അല്ല അല്ലെ. കൺവേർജന്റ് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓഡ് ടേംസിന്റെ സബ് സീക്വൻസ് എടുത്താൽ അത് -1ലേക്കും ഈവൻ ടേംസിന്റെ സബ് സീക്വൻസ് എടുത്താൽ അത് 0യിലേക്കും കൺവേർജ് ചെയ്യുന്നു. അപ്പൊ രണ്ട് സബ് സീക്വൻസ് രണ്ട് ഡിഫറെന്റ് വാല്യൂസിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജന്റ് അല്ല. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജന്റ് അല്ലാത്തത് കൊണ്ട് ആ സീരീസും കൺവേർജന്റ് അല്ല. അപ്പൊ സിഗ്മ -1 എന്നുള്ള സീരീസ് കൺവേർജന്റ് അല്ല. പക്ഷെ ഞാൻ ഇതിന്റെ ടേംസിനെ ഒരു പ്രത്യേക രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു സബ് സീക്വൻസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോളൂ. ആദ്യത്തെ രണ്ട് ടേംസ് കമ്പൈൻ ചെയ്തു, അതാണ് എന്റെ ഫസ്റ്റ് ടേം. അതായത് -1 +1 അതാണ് എന്റെ ഫസ്റ്റ് ടേം. അപ്പൊ ഫസ്റ്റ് ടേം 0 ആണ്. അടുത്ത് 3ഉം 4ഉം കമ്പൈൻ ചെയ്തു, വീണ്ടും -1 +1 which is 0. വീണ്ടും 5ഉം 6ഉം കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള സബ് സീരീസ് എടുക്കുകയാണെങ്കിൽ y1 y2 y3 എക്സെട്ര എന്നുള്ള ടേംസ് എല്ലാം എന്തായിരിക്കും? 0 0 0 എന്നായിരിക്കും. അപ്പൊ സിഗ്മ yn എടുത്താൽ എന്താ പറയുന്നത്? 0 + 0 + എക്സെട്ര +0 which is equal to 0. അപ്പൊ ടേംസ് ഗ്രൂപ്പ് ചെയ്തെടുക്കുന്ന ഒരു സബ് സീരീസ് അവിടെ കൺവേർജ് ചെയ്തു, 0യിലേക്ക് കൺവേർജ് ചെയ്തു. പക്ഷെ ഒറിജിനൽ സീക്വൻസ് കൺവേർജ് ചെയ്തിട്ടില്ല. അതും ഈ തിയറത്തിന്റെ പ്രൂഫും കൂടി എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ചിന്തിക്കാം. എങ്ങനെയാ ഇത് പരസ്പരം കോൺട്രഡിക്ട് ചെയ്യാതെ നിൽക്കുന്നത്? ഇവിടെ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ച ഐഡിയ, ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ സബ് സീക്വൻസും അതേ പോയിന്റിലേക്ക് തന്നെ കൺവേർജന്റ് ആണെന്നുള്ളതാണ്. തിരിച്ച് ഒരു സീക്വൻസിന്റെ ഒരു പെർട്ടിക്കുലർ സബ് സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവേർജന്റ് ആവണമെന്നില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ കണ്ടത് അതാണ്. -1 0 -1 0 -1 0 എന്നുള്ളതായിരുന്നു നമ്മുടെ ഒറിജിനൽ സീക്വൻസ്. അതിലെ ഈവൻ ടേംസ് മാത്രമുള്ള സബ് സീക്വൻസ് എടുത്താൽ 0 0 0 0 കൺവേർജന്റ് ആണ് അല്ലെ. അപ്പൊ ഒരു സബ് സീക്വൻസ് കൺവേർജന്റ് ആയാലും ഒറിജിനൽ സീക്വൻസ് കൺവേർജന്റ് ആവണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഗ്രൂപ്പിംഗ് ടേംസ് എടുത്തിട്ടുള്ള സീരീസ് കൺവേർജന്റ് ആയതുകൊണ്ട് ഒറിജിനൽ സീരീസ് കൺവേർജന്റ് ആവണമെന്നില്ല. പക്ഷെ തിരിച്ച് എപ്പോഴും ട്രൂ ആണ്. ഒറിജിനൽ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്ന സീരീസും കൺവേർജന്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പിംഗ് ആണ്. അടുത്തത് റീഅറേഞ്ച്മെന്റ് സീരീസ്. ഒരു സീരീസിലെ ടേംസിനെ ഇഷ്ടമുള്ള രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് എടുക്കുക എന്നിട്ടുള്ള സീരീസ്. നമ്മൾ നേരത്തെ സബ് സീക്വൻസിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണിത് അല്ലെ. നമുക്ക് ഏത് സബ് സീക്വൻസ് ഏത് ടേംസ് വേണമെങ്കിൽ എടുത്തു പോവാം, പക്ഷെ മുൻപോട്ട് പോയാൽ പിന്നെ തിരിച്ചു വന്നിട്ട് പഴയൊരു ടേം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് ഓർഡർ അവിടെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ആ ഓർഡർ ചേഞ്ച് അനുവദിച്ച് കിട്ടുന്ന സീരീസിനെയാണ് നമ്മൾ റീഅറേഞ്ച്മെന്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ 1 + 1/2 + 1/3 എക്സെട്ര എന്നുള്ളതിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് സീരീസ് ആണിത്. ആദ്യത്തെ രണ്ട് ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, പിന്നത്തെ രണ്ടെണ്ണം മാറ്റി, അങ്ങനെ ഇപ്പൊ എല്ലാം മാറ്റിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ അതുപോലെ തന്നെ നിർത്തി, 3ഉം 4ഉം മാത്രം മാറ്റി, അഞ്ചാമത്തെ അതുപോലെ തന്നെ നിർത്തി, പിന്നെ ഏഴാമത്തെ എഴുതിയിട്ട് ആറാമത്തെ പിന്നെ എപ്പോഴോ ആണ് എഴുതുന്നത്. അങ്ങനെ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ഇതേ ടേംസ് തന്നെ മറ്റൊരു ഓർഡറിൽ, എല്ലാ ടേംസും വന്നിട്ടുണ്ടാവണം, ഇതേ ടേംസ് തന്നെ മറ്റൊരു ഓർഡറിൽ എഴുതുന്ന സീരീസിനെയാണ് നമ്മൾ റീഅറേഞ്ച്മെന്റ് സീരീസ് എന്ന് പറയുന്നത്. റീഅറേഞ്ച്മെന്റ് സീരീസിന്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ പറയുന്നത്, a series sigma yk in R is a rearrangement of the series sigma xn if there is a bijection f on n to n such that yk is equal to x f of k. അതായത് ടേംസ് റീഅറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. ആ സഫിക്സ് എഴുതുന്നത്, ആ സഫിക്സുകൾ തമ്മിൽ നമ്മൾ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ഒരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആണ്
ടേംസിന്റെ ഓർഡർ മാറ്റുക എന്ന് പറഞ്ഞാൽ, അതായത് x1 x2 x3 എക്സെട്ര എന്നുള്ളതിന്റെ ഒരു റീഅറേഞ്ച്മെന്റ് സീരീസ് ആണ് x2 x1 x3 x4 എക്സെട്ര. ഇവിടുത്തെ ബൈജക്ഷൻ എന്തായിരിക്കും? f of 1 equal to 2, f of 2 equal to 1, ബാക്കിയൊന്നും ഞാൻ മാറ്റുന്നില്ല അല്ലെ. സോ f of n equal to n for every n greater than or equal to 3. ഇതായിരിക്കും അവിടുത്തെ ബൈജക്ഷൻ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ റീഅറേഞ്ച്മെന്റ് സീരീസ് എന്ന് പറയുന്നത്. ഇനി റീഅറേഞ്ച്മെന്റ് സീരീസിലെ ആദ്യത്തെ തിയറം, ലെറ്റ് സിഗ്മ xn be an absolutely convergent series in R, then any rearrangement sigma yk of sigma xn converges to the same value. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ തിയറത്തിൽ, അതായത് ഗ്രൂപ്പിംഗ് ഓഫ് ടേംസിന്റെ തിയറത്തിൽ xn കൺവേർജന്റ് ആണെങ്കിൽ, സിഗ്മ xn കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ yn കൺവേർജന്റ് എന്നായിരുന്നു. അതേസമയം റീഅറേഞ്ച്മെന്റ് തിയറത്തിൽ വരുമ്പോൾ സിഗ്മ xn കൺവേർജന്റ് ആയാൽ പോരാ, എന്ത് വേണം? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കണം. സിഗ്മ xn അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെങ്കിൽ റീഅറേഞ്ച്മെന്റ് സീരീസ് സിഗ്മ yn കൺവേർജന്റ് ആണ് എന്നാണ് പറയുന്നത്. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ലെങ്കിൽ ഈ റിസൾട്ട് തെറ്റാണ് കേട്ടോ. അതിന് നമുക്ക് കൗണ്ടർ എക്സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൂവ് ചെയ്യാനായിട്ട് സിഗ്മ എക്സ് എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ് എന്ന് വിചാരിക്കാം, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് വിചാരിക്കാം. കൺവേർജ് ചെയ്യുന്നത് എക്സ് എലമെന്റ് ഓഫ് ആറിലേക്കാണ് എന്നും അസ്യൂം ചെയ്യാം. എക്സ് എലമെന്റ് ഓഫ് ആറിലേക്ക് ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ സിഗ്മ എക്സ്ന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിനെ ഞാൻ എസ് എൻ എന്ന് വിളിക്കുന്നു. അപ്പൊ എസ് എൻ എന്ന് പറഞ്ഞാൽ x1 മുതൽ xn വരെയുള്ള ടേംസിന്റെ സം. ഓക്കെ, ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നോ അവിടേക്കാണ് സീരീസ് കൺവേർജ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സിഗ്മ എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എസ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സീക്വൻസിന്റെ കൺവേർജൻസിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് therefore given epsilon greater than 0 there exists a capital N such that modulus of x minus sn is less than epsilon. ഇവിടെ നമ്മൾ സാധാരണ ഡെഫിനിഷനിൽ മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് എക്സ് എന്നാണ് എഴുതാറ്. അതുകൊണ്ട് യാതൊരു മിസ്റ്റേക്കും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ എക്സ് മൈനസ് എസ് എൻ എന്തുകൊണ്ടായിരിക്കും എഴുതിയത്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് അല്ലെ. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. നമ്മളിവിടെ അബ്സല്യൂട്ട് വാല്യൂവിന്റെ എടുക്കുന്ന ഒരു കേസിൽ അത് മോണോട്ടോൺ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എക്സ് ആയിരിക്കും വലുതെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എക്സ് മൈനസ് എസ് എൻ എഴുതാനുള്ള ഒരു പ്രവണത അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എസ് എൻ മൈനസ് എക്സ് എന്ന് എഴുതാം, അതിലൊരു തെറ്റുമില്ല. മോഡുലസ് എടുക്കുമ്പോൾ നെഗറ്റീവ് വന്ന കറസ്പോണ്ടിങ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് കൺവേർജൻസിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് കോഷി ക്രൈറ്റീരിയ ഉണ്ട് അല്ലെ. ഒരു സീരീസിന്റെ ആബ്സല്യൂട്ട് കൺവേർജൻസിന് നമുക്ക് കോഷി ക്രൈറ്റീരിയ ഉണ്ട്. ആ കോഷി ക്രൈറ്റീരിയ പറയുന്നത് എന്താണ്? എന്നിനേക്കാൾ മുകളിലുള്ള ടേംസിന്റെ അപ് ടു എം ഉള്ള ടേംസിന്റെ സം എടുത്താൽ അത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇവിടെ എം എന്നുള്ളതിന്റെ സ്ഥാനത്ത് നമ്മൾ ക്യൂ എന്ന് എഴുതിയിരിക്കുന്നു. സിഗ്മ കെ ഈക്വൽ ടു എൻ പ്ലസ് 1 ടു ക്യൂ മോഡ് എക്സ് കെ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇത് ആബ്സല്യൂട്ട് കൺവേർജൻസിന്റെ കോഷി ക്രൈറ്റീരിയ ആണ്. ഇത് കൺവേർജൻസ് മീൻസ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജസ് എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി റീഅറേഞ്ച്മെന്റ് സീരീസ് y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എക്സെട്ര എന്നുള്ള സീരീസിൽ നമ്മൾ x1 x2 എക്സെട്ര തന്നെ വേറെ ഏതൊക്കെയോ ഓർഡറിൽ എഴുതിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ ആദ്യത്തെ ടേംസ് x1 മുതൽ xn വരെയുള്ള ടേംസ് എടുക്കും. yk എന്നുള്ള സീരീസിൽ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് x1 മുതൽ xn വരെയുള്ള എല്ലാ ടേംസും വന്നിട്ടുണ്ടാവും. ആ വന്നിരിക്കുന്നതിൽ ഈ ഇൻഡിസസ് എല്ലാം വന്നു എന്ന് ഉറപ്പിക്കാവുന്ന ആ വലിയ ഇൻഡെക്സിനെ ഞാൻ എം എന്ന് വിളിക്കുന്നു. അതായത് x1 മുതൽ xn വരെയുള്ള എല്ലാ ടേംസും y1 എം എന്ന്. അപ്പൊ എനിക്ക് ym വരെ എത്തുമ്പോൾ x1 മുതൽ xn വരെയുള്ള എല്ലാ ടേംസും വന്നു എന്ന് ഉറപ്പാണ്. ഇനി എം വരെയുള്ള ടേംസിന്റെ പാർഷ്യൽ സം ഞാൻ എടുക്കുന്നു. y1 മുതൽ ടി എം മൈനസ് എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എസ് എന്നിലെ ടേംസ് ഏതെങ്കിലും രീതിയിൽ റീഅറേഞ്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് കൂടാതെ കുറെ അധികം ടേംസും കൂടി എവിടെ വന്നിട്ടുണ്ടാവും? ടി എമ്മിൽ കയറി വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ കൂടാതെ എത്ര? ഒരു ഫൈനൈറ്റ്ലി മെനിയെ വന്നിട്ടുണ്ടാവുള്ളൂ. മറ്റേത് എൻ വരെയുള്ള ടേംസ് ഉണ്ട്. ഇത് ടോട്ടൽ എം ഉള്ളതുകൊണ്ട് എം മൈനസ് എൻ ടേംസ് നമുക്ക് അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പക്ഷെ എം മൈനസ് എൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ്. So Tm minus Sn എന്ന് പറഞ്ഞാൽ it is a
it is a sum of finite number of terms of xk. Okay, finitely many terms. അതേ അവിടെ വന്നിട്ടുള്ളൂ. So modulus of Tn minus Sn എന്ന് പറഞ്ഞാൽ finitely many terms ന്റെ absolute sumനേക്കാൾ ചെറുതായിരിക്കും. മോഡുലസ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് finitely many terms. അവിടെ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം? ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്താൽ ഇറ്റ് ഇസ് summation of modulus ആയിട്ട് മാറ്റാൻ പറ്റും അല്ലെ? മോഡുലസ് ഓഫ് സേ xm1 plus xm2 plus etc plus xmn എന്നാണെങ്കിൽ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xm1 plus മോഡുലസ് ഓഫ് xm2 plus etc plus മോഡുലസ് ഓഫ് xmn എഴുതാൻ പറ്റും. അപ്പൊ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇത് എപ്സിലോണിനേക്കാൾ ചെറുതാണ് കോഷി ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട്. സോ മോഡുലസ് ഓഫ് Tm minus Sn is less than epsilon എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, Tm minus Sn ലെസ് ദാൻ എപ്സിലോൺ ആണ്. Sn മൈനസ് എക്സ് ഓൾറെഡി നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഈ എപ്സിലോണിന്റെ ഒക്കെ സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കായിരുന്നു? എപ്സിലോൺ ബൈ 2 എന്ന് എടുക്കാമായിരുന്നു അല്ലെ? ഇനി ഒരു തവണയും കൂടി നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. മോഡുലസ് ഓഫ് Tm മൈനസ് എക്സ്, അതിന്റെ ഇടയിൽ ഞാനൊരു മൈനസ് Sn-ഉം പ്ലസ് Sn-ഉം ആഡ് ചെയ്തിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Tm മൈനസ് Sn പ്ലസ് Sn മൈനസ് എക്സ്. ഇത് ഓരോന്നും എപ്സിലോണിനേക്കാൾ ചെറുത്. നമ്മുടെ ചോയ്സ് നേരത്തെ തന്നെ എപ്സിലോൺ ബൈ 2 എന്ന് എടുത്തിരുന്നെങ്കിൽ എപ്സിലോൺ ബൈ 2വിനേക്കാൾ ചെറുതാണ്. സോ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. സോ മോഡുലസ് ഓഫ് Tn മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ 2 എപ്സിലോൺ എഴുതിയാലും എപ്സിലോൺ എഴുതിയാലും ഒരേ ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് സീക്വൻസ് Tm എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു? എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സീക്വൻസ് Tm എന്ന് പറയുന്നത് സിഗ്മ yn-ന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആയിരുന്നു. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് ഒറിജിനൽ സീരീസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ റീഅറേഞ്ച്മെന്റ് സീരീസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അടുത്ത സെക്ഷൻ ടെസ്റ്റ് ഫോർ ആബ്സല്യൂട്ട് കൺവേർജൻസ്. ഇതിനകത്ത് നമുക്കൊരു 4-5 ടെസ്റ്റുകൾ ആബ്സല്യൂട്ട് കൺവേർജൻസിന്റെ പഠിക്കാനുണ്ട്. ഇതിലെ ആദ്യത്തെ 2 ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ കണ്ടത് തന്നെയാണ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം വരുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് x ഈക്വൽ ടു എക്സിനും y ഈക്വൽ ടു y-നും നോൺ സീറോ റിയൽ സീക്വൻസസ് ആണ്. സപ്പോസ് ദാറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് എക്സിസ്റ്റ്, r ഈക്വൽ ടു ലിമിറ്റ് മോഡുലസ് ഓഫ് xn by yn എക്സിസ്റ്റ്. If r not equal to 0, then sigma xn is absolutely convergent if and only if sigma yn is absolutely convergent. If r equal to 0, then sigma yn is absolutely convergent, then sigma xn is absolutely convergent. ഇത് ഏതിനോട് ഈക്വലന്റ് ആണ്? r equal to limit xn by yn എന്നെടുത്തിട്ട് r not equal to 0 ആണെങ്കിൽ xn ഉം yn ഉം ഒന്നിച്ച് കൺവേർജ് ചെയ്യുന്നു എന്നും, r equal to 0 ആണെങ്കിൽ yn കൺവേർജന്റ് ആണെങ്കിൽ xn കൺവേർജന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് തന്നെയാണ് അതിന്റെ പേര്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് 1 ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ? അതിലെ xn-നും yn-നും പകരം ഇവിടെ എന്താ വരുന്നത്? മോഡ് xn-ഉം മോഡ് yn-ഉം. മോഡ് xn-ഉം മോഡ് yn-ഉം എടുക്കുമ്പോൾ കൺവേർജൻസ് എന്നുള്ളത് എന്താവും? ആബ്സല്യൂട്ട് കൺവേർജൻസ് ആവും. ഓക്കെ, അപ്പൊ ആ സെയിം കമ്പാരിസൺ ടെസ്റ്റിന്റെ റിപ്പീറ്റേഷൻ ആണ് ആബ്സല്യൂട്ട് വാല്യൂ എടുത്ത് എഴുതിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അടുത്ത ടെസ്റ്റ് വരുന്നത് ratio test. Let x equal to xn be a sequence in R if there exists small r element of R with R less than 1 and k element of n such that modulus of xn raised to 1 by n less than or equal to R for n greater than or equal to k, then the series sigma xn is absolutely convergent. If there exists k element of n such that modulus of xn raised to 1 by n is greater than or equal to 1 for n greater than or equal to k, then the series sigma xn is divergent. ഇതും നമ്മൾ ആ സെക്ഷനിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അവിടെ നമ്മൾ xn raised to 1 by n എന്നാണ് എടുത്തത്. ഇവിടെ അതിന് പകരം മോഡ് xn. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കൺവേർജൻസിന് പകരം ഇവിടെ എന്ത് വരും? ആബ്സല്യൂട്ട് കൺവേർജൻസ് വരും. അവിടെ നമ്മൾ അത് എങ്ങനെ പ്രൂവ് ചെയ്തത്? xn raised to 1 by n less than or equal to r എന്ന് പറഞ്ഞാൽ xn less than or equal to r raised to n ആണ്. r എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസ് കൺവേർജന്റ് ആവണമെങ്കിൽ 0 ലെസ് ദാൻ r ലെസ് ദാൻ 1 എന്നാണ് കണ്ടീഷൻ അല്ലെ? അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. xn-ന്റെ സ്ഥാനത്ത് മോഡ് xn ആണ് എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ബി പാർട്ടിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? xn is ഗ്രേറ്റർ ദാൻ എന്നാണ് നമുക്ക് വരുന്നത്. 1-നേക്കാൾ വലിയ ഒരു നമ്പർ ആണ് അവിടെ കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത്. 1-ഓ 1-നേക്കാൾ വലുതോ
ആയ ഒരു നമ്പർ ആണ് അവിടെ കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കത് ആ സം എന്ന് പറയുന്ന എന്നിനേക്കാളും വലുതാണ് എന്ന് കാണിക്കാൻ പറ്റും. അഥവാ ജോമെട്രിക് സീരീസ് ഹാവിംഗ് കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇസ് ഡൈവേർജന്റ്. ഒരു ഡൈവേർജന്റ് സീരീസിനേക്കാൾ വലുതാണ് xn വരുന്നത്, അതുകൊണ്ട് ഇത് ഡൈവേർജന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതും നമ്മൾ സാധാരണ സീരീസിൽ ചെയ്തത് തന്നെ മോഡുലസ് വാല്യൂ ഇട്ടിട്ട് അബ്സല്യൂട്ട് കൺവേർജൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത തിയറത്തിന്റെ ഒരു കൊറോളറി ആയിട്ട് പറയാവുന്നത്, അവിടെ നമുക്ക് xn raised to 1/n ലെസ് ദാൻ r എന്നുള്ളതായിരുന്നു അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് r. ഇവിടെ നമ്മൾ ചെയ്യുന്നത് r ഈക്വൽ ടു ലിമിറ്റ് xn raised to 1/n എന്ന് എടുക്കുന്നു. നേരത്തെ ആയിട്ട് ഇവിടെ എന്താ ഡിഫറൻസ്? ഇവിടെ xn raised to 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു r എന്നായിരുന്നു. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് r ഈക്വൽ ടു ലിമിറ്റ് xn raised to 1/n ആണ്. Then sigma xn is absolutely convergent when r less than 1 and divergent when r greater than 1. ഇത് നേരത്തെ തിയറവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. r ലെസ് ദാൻ 1 ആണെങ്കിൽ എനിക്ക് r-നും 1-നും ഇടയ്ക്ക് കിടക്കുന്ന ഒരു r1 കണ്ടുപിടിച്ചൂടെ? r സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ് അല്ലെ. r സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയതുകൊണ്ട് r-നും 1-നും ഇടയ്ക്ക് കിടക്കുന്ന ഒരു r1 എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ r1-നെ സംബന്ധിച്ച് ലിമിറ്റ് മോഡുലസ് ഓഫ് xn raised to 1/n is less than r1 എന്ന് വരും അല്ലെ. ആൻഡ് r1 is less than 1. അപ്പൊ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു ജോമെട്രിക് സീരീസിനേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് കൺവെർജന്റ് ആണ്. അതേപോലെ തന്നെ r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 1-നും r-നും ഇടയ്ക്ക് കിടക്കുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടുമ്പോൾ നമുക്ക് നേരിട്ട് പറയാം കോമൺ റേഷ്യോ 1 വരുന്ന ഒരു ജോമെട്രിക് സീരീസിനേക്കാൾ വലുതാണ് നമ്മുടെ കയ്യിലുള്ള സീരീസ്. കോമൺ റേഷ്യോ 1 വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ടോട്ടൽ സം എന്ന് പറയുന്നത് n-നെ എക്സീഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഡൈവേർജന്റ് ആണ്. അപ്പൊ ഈ സീരീസ് ഡൈവേർജന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഈ കൊറോളറി വരുന്നത്. അടുത്തത് റേഷ്യോ ടെസ്റ്റ്. ഈ റേഷ്യോ ടെസ്റ്റ് ചില ടെക്സ്റ്റുകളിൽ നോക്കിയാൽ ഡിആലംബേർട്സ് റേഷ്യോ ടെസ്റ്റ് എന്ന് കാണാം. ഡിആലംബേർട്സ് ഒരു മാത്തമാറ്റീഷ്യൻ ആണ്, ആളാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ഡിആലംബേർട്സ് ടെസ്റ്റ് അഥവാ ഡിആലംബേർട്സ് റേഷ്യോ ടെസ്റ്റ് എന്ന് കണ്ടാൽ അത് ഈ ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. ടെസ്റ്റ് പറയുന്നത്, ലെറ്റ് x equal to xn be a sequence of non-zero real numbers if there exists r element of r such that 0 less than r less than 1 and k element of n such that modulus of xn plus 1 by xn is less than or equal to r for n greater than or equal to k. Then the series sigma xn is absolutely convergent. If there exists k element of n such that modulus of xn plus 1 by xn is greater than or equal to 1 for n greater than or equal to k, then the series sigma xn is divergent. ഇതും നമ്മൾ എവിടെ ചെയ്തിട്ടുള്ളതാണ്? സാധാരണ സീക്വൻസുകൾക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സീക്വൻസ് എടുത്താൽ xn plus 1 by xn less than or equal to r എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? xn plus 1 less than or equal to r into xn. അതിലെ xn എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു r into xn minus 1 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് r² into xn minus 1 കിട്ടി. ഒന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r³ into xn minus 3 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ താഴോട്ട് എവിടെ വരെ കൊണ്ടുപോകും? k വരെ കൊണ്ടുപോവുകയാണെങ്കിൽ മോഡുലസ് ഓഫ് xk plus m ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് xk into r raised to m എന്ന് കിട്ടും. xk എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആണ്. r raised to m എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് സീരീസ് എടുത്താൽ ഒരു ജോമെട്രിക് സീരീസ് ആണ് കിട്ടുന്നത്. ജോമെട്രിക് സീരീസിന്റെ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജന്റ് ആണ്. ഒരു കൺവെർജന്റ് സീക്വൻസിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കൺവെർജൻസിന് ചേഞ്ച് വരുന്നില്ല. അപ്പൊ ഇത് കൺവെർജന്റ് ആണ്. കൺവെർജന്റ് ആയതിനേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് നമ്മുടെ സീരീസും കൺവെർജന്റ് ആണ്. അത് തന്നെ തിരിച്ചടുത്തയിൽ എന്ത് വരും? കോമൺ റേഷ്യോ 1 ആണ് അവിടെ വരുന്നത് അല്ലെ. 1 ആയിട്ടുള്ളതിനേക്കാൾ വലുതാണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. കോമൺ റേഷ്യോ 1 ഉള്ളതിനേക്കാൾ വലുത്. കോമൺ റേഷ്യോ 1 ഉള്ളത് തന്നെ ഡൈവേർജന്റ് ആണ്. അപ്പൊ അതിനേക്കാൾ വലുതെടുത്താൽ അതും ഡൈവേർജന്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആബ്സല്യൂട്ട് കൺവേർജൻസിന് പ്രൂവ് ചെയ്യുന്നത്. ഇനി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ കൊറോളറി പറഞ്ഞ പോലെ തന്നെ റേഷ്യോ ടെസ്റ്റിന് നമുക്ക് എന്ത് പറയാം? r ഈക്വൽ ടു ലിമിറ്റ് xn plus 1 by xn എന്നാണെങ്കിൽ r ലെസ് ദാൻ 1 കൺവേർജന്റ് ആണ്, r ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജന്റ് ആണ്. സെയിം ആർഗ്യുമെന്റ് അല്ലെ. r ലെസ് ദാൻ 1 ആണെങ്കിൽ r-നും 1-നും ഇടയ്ക്ക് എനിക്കൊരു r1 എടുക്കാൻ പറ്റും.
ആ R1 വീണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മോഡുലസ് ഓഫ് xn plus 1 by xn എന്ന് പറഞ്ഞാൽ R ആണ് അല്ലെ? R ലെസ് ദാൻ R1 ആണ്. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ R1 എന്ന് വരും. അപ്പൊ അത് റേഷ്യോ ടെസ്റ്റിലെ സ്റ്റേറ്റ്മെന്റിനോട് ഈക്വലന്റ് ആണ് അല്ലെ? അപ്പൊ R ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവേർജന്റ് ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജന്റുമാണ്. കാരണം കോമൺ റേഷ്യോ 1 വരുന്ന ഒരു സീരീസിനേക്കാൾ വലുതാണ്. 1 വരുന്ന സീരീസ് തന്നെ ഡൈവേർജന്റ് ആണ്. അപ്പൊ അതിനേക്കാൾ വലുത് ഡൈവേർജന്റ് ആണ്. ഓക്കെ, ഈ ടെസ്റ്റ് ഇതുവരെ വരാത്തതും ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഈ സെക്ഷനിൽ നേരത്തെ സാധാരണ കൺവേർജൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമുക്കുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ടെസ്റ്റ് ആണ്. ഇന്റഗ്രൽ ടെസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സ്റ്റേറ്റ്മെന്റ് പഠിക്കേണ്ടതാണ് കേട്ടോ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞ ഇന്റഗ്രൽ ടെസ്റ്റ് ചോദിക്കാം. Let f be a positive decreasing function on t such that t greater than or equal to 1. Then the series sigma k equal to 1 to infinity f of k converges if and only if the improper integral 1 to infinity f of t is equal to limit b tending to infinity integral 1 to b f of t dt exists. In the case of convergence, the partial sum Sn equal to sigma k equal to 1 to n fk and the sum S equal to sigma k equal to 1 to infinity f of k satisfy the estimate integral n plus 1 to infinity f of t dt less than or equal to S minus Sn less than or equal to integral n to infinity f of t dt. അപ്പൊ സെക്കൻഡ് പാർട്ട് അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള പാർട്ടാണ് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് എഫ് പോസിറ്റീവ് ആണ്, ഡിക്രീസിംഗ് ആണ് എന്ന് തന്നിട്ടുണ്ട്. ക്ലോസ്ഡ് ഇന്റർവെൽ കെ മൈനസ് 1 കെ എടുക്കുക. ഈ ക്ലോസ്ഡ് ഇന്റർവെൽ കെ മൈനസ് 1 കെയില് എഫ് പോസിറ്റീവ് ആണ്, ഡിക്രീസിംഗ് ആണ്. അപ്പൊ എഫ് ഓഫ് കെ മൈനസ് 1 ഏറ്റവും വലുതും എഫ് ഓഫ് കെ ഏറ്റവും ചെറുതും ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? f of k less than or equal to integral k minus 1 to k f of t dt less than or equal to f of k minus 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി കെയുടെ വാല്യൂ 2 മുതൽ n വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഇക്വേഷൻസിനെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇനീക്വാളിറ്റി എന്താണ്? f of k less than or equal to integral k minus 1 to k f of t dt less than or equal to f of k minus 1 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ? ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ k minus 1 kയില് f എന്നുള്ള ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്, ഡിക്രീസിംഗ് ആണ് എന്നുള്ളത് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ കെക്ക് സ്പെസിഫിക് വാല്യൂസ് കൊടുക്കുന്നു. 2, 3, 4 എക്സെട്ര അപ് ടു n എന്നുള്ള വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇനീക്വാളിറ്റി എന്താവും? k equal to 2 കൊടുത്താൽ f of 2 less than or equal to integral k minus 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 to 2 f of t dt less than or equal to f of k minus 1 എന്ന് പറഞ്ഞാൽ 1. kക്ക് ഞാൻ 2 ഇതിപ്പോ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? f of 3 less than or equal to integral 2 to 3 f of t dt less than or equal to f of 2 എന്ന് കിട്ടും. ഓക്കെ, എക്സെട്ര ഇങ്ങനെ ഞാൻ കെക്ക് n വരെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എക്സെട്ര കെ ഈക്വൽ ടു n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? f of n less than or equal to integral n minus 1 to n f of t dt less than or equal to f of n minus 1 എന്ന് വരും. അപ്പൊ എനിക്കിവിടെ n minus 1 ഇനീക്വാളിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ n minus 1 ഇനീക്വാളിറ്റീസും ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ആഡ് ചെയ്താൽ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ എനിക്ക് എന്താ കിട്ടുന്നത്? f of 2 plus f of 3 plus etc plus f of n വരെ കിട്ടി അല്ലെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെയോ f of t dt എന്നുള്ള ഫംഗ്ഷനെ തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ആദ്യം 1 to 2 ചെയ്യുന്നു, പിന്നെ 2 to 3 ചെയ്യുന്നു, എക്സെട്ര n minus 1 മുതൽ n വരെ ചെയ്യുന്നു. നമുക്ക് ഇന്റഗ്രേഷന്റെ ബേസിക് റൂൾ അറിയാം. If c lies between a and b, then integral a to b f of x dx is equal to integral a to c f of x dx plus integral c to b f of x dx. അപ്പൊ 1 മുതൽ 2 വരെ ചെയ്യുന്നു,
2 മുതൽ 3 വരെ ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? 1 മുതൽ 3 വരെ ആവും അല്ലെ? അടുത്തത് എന്താ വരിക? 3 മുതൽ 4 വരെ. അപ്പൊ 1 to 3 ചെയ്തു, എന്നിട്ട് 3 to 4 ചെയ്യുന്നു. അപ്പൊ 1 to 4 എന്നാവും അല്ലെ? അങ്ങനെ ഈ ഇന്റഗ്രൽസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 1 to n f of t dt എന്ന് വരും. which is less than or equal to, ഇവിടെ സം എടുത്താൽ എന്താ കിട്ടുന്നത്? f of 1 plus f of 2 plus etc plus f of n minus 1. f1 മുതൽ fn വരെയുള്ളതിന്റെ സമ്മിനെയാണ് ഞാൻ sn എന്ന് വിളിക്കുന്നത് എങ്കിൽ ഇതെന്താണ്? ഇവിടെ എനിക്ക് f1 വന്നിട്ടില്ല അല്ലെ? ബാക്കിയെല്ലാം ഉണ്ട്. അപ്പൊ snൽ നിന്ന് എന്ത് കുറവ്? f of 1 കുറവാണ്. സോ ഇതിനെ എനിക്ക് sn minus f of 1 എന്ന് എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 1 to n f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 1 മുതൽ n minus 1 വരെയുള്ളതിന്റെ സം അല്ലെ? അതായത് n minus 1 എന്ന് നമുക്ക് കിട്ടും. ആ റിലേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. sn minus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 1 to n f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 1. ഓക്കെ, ഇനി ഇതിപ്പോ ഇന്റഗ്രൽ 1 to n f of t dt is less than or equal to sn minus 1. sn എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നോ അങ്ങോട്ട് തന്നെയാണ് sn minus 1 കൺവേർജ് ചെയ്യുക അല്ലെ? അപ്പൊ sn minus 1 കൺവേർജന്റ് ആണെങ്കിൽ അതിനേക്കാൾ ചെറുതാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഇത് കൺവേർജന്റ് ആണെന്ന് കിട്ടും. അതുപോലെ തന്നെ ഇത് കൺവേർജന്റ് ആണെങ്കിൽ അതിനേക്കാൾ ചെറുതാണ് എന്ത്? s of n minus f കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇന്റഗ്രൽ 1 to n f of t dt is convergent if and only if sequence sn is convergent എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് പാർട്ടായി, കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ള പാർട്ടായി. നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്യണം അല്ലെ? സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് നേരത്തെ ഞാൻ കെയുടെ വാല്യൂ 2 മുതൽ n വരെയുള്ളത് എടുത്തിട്ടാണ് ആഡ് ചെയ്തത്. അതിന് പകരം ഞാൻ കെയുടെ വാല്യൂ n+1 മുതൽ m വരെയുള്ളത് എടുത്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലെ സം എന്താ വരിക? fn+1 മുതൽ fm വരെ, n+1 മുതൽ m വരെ, m വരെയുള്ള സമ്മാണ് sm, n വരെയുള്ളത് എടുത്തിട്ടില്ല അല്ലെ? അപ്പൊ നമ്മൾ ഏത് മൈനസ് ചെയ്യണം? sn മൈനസ് ചെയ്യണം. അപ്പൊ എനിക്ക് ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ വരുന്നത് sm മൈനസ് sn എന്നാണ്. ഇന്റഗ്രേഷനോ? ഇന്റഗ്രേഷൻ എങ്ങനെയാ വരിക? n+1 കൊടുക്കുമ്പോൾ n മുതൽ n+1 വരെയുള്ള ഇന്റഗ്രൽ വരും. അടുത്തത് n+1 മുതൽ n+2 വരെ, അങ്ങനെ എവിടെ വരെ ഉണ്ട്? m-1 മുതൽ m വരെ എന്നുണ്ട്. അപ്പൊ ഇന്റഗ്രലിന്റെ ടോട്ടൽ ലിമിറ്റ് എന്ന് പറയുന്നത് n മുതൽ m വരെ വരും. ഇന്റഗ്രൽ n to m f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് മോസ്റ്റ് എൻഡിൽ എന്താ വരിക? അവിടെ എനിക്ക് ഇതിന്റെ ഒന്ന് കുറവ് അല്ലെ? അതായത് fn മുതൽ fm-1 വരെയുള്ള സമ്മാണ് വരുന്നത്. fm-1 വരെയുള്ള സമ്മാണ് sm-1, fn-1 വരെയുള്ള സമ്മാണ് sn. സോ അതിന്റെ ഡിഫറൻസ് ആണ് എനിക്കിവിടെ n മുതൽ m-1 വരെയുള്ളതിന്റെ സം എടുത്താൽ കിട്ടുന്നത്. സോ ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു sm-1 മൈനസ് sn എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ sm-ഉം sn-ഉം ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് m+1-ഉം n+1-ഉം എടുത്താൽ റൈറ്റ് സൈഡിൽ ഇനീക്വാലിറ്റി എന്ത് വരും? n+1 മുതൽ m+1 വരെയുള്ള ഇന്റഗ്രല് sm മൈനസ് sn-നേക്കാൾ ചെറുതാണ് എന്ന് വരും അല്ലെ? n-നും m-നും പകരം n+1-ഉം m+1-ഉം കൊടുക്കുക. അപ്പോഴും ഈ ഇനീക്വാലിറ്റി ട്രൂ ആയിരിക്കും. അതാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ എഴുതുന്നത്. ഇന്റഗ്രൽ n+1 to m+1 f of t dt is less than or equal to sm minus sn. അതെനിക്ക് ഈ ഇനീക്വാലിറ്റിയുടെ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് കിട്ടുന്നത്. where I take n-ന് പകരം n+1, m-ന് പകരം m+1. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് കിട്ടി. ഇനി ഈ ഇനീക്വാലിറ്റിയുടെ തന്നെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എന്തറിയാം? sm minus sn is less than or equal to integral n to m f of t dt എന്നും അറിയാം. ഓക്കെ, സോ sm മൈനസ് sn എന്ന് പറയുന്നത് ഈ രണ്ട് ഇന്റഗ്രലുകളുടെ ഇടയ്ക്കാണ് എന്ന് മനസ്സിലായി. ഇതില് ഞാൻ m tends to infinity എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നു. m tends to infinity കൊടുത്താൽ ഇതെന്താവും? ഇന്റഗ്രൽ n+1 to infinity f of t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു m tends to infinity ആകുമ്പോൾ ഇത് അതിന്റെ ലിമിറ്റിലേക്ക് പോകും അല്ലെ? s എന്നുള്ള ലിമിറ്റിലേക്ക് പോകും. s മൈനസ് sn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ n to infinity, m ഇൻഫിനിറ്റിയിലേക്ക് പോയി. സോ ഇന്റഗ്രൽ n to infinity
എഫ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. അതാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി ഈ സെക്ഷനിലെ പ്രോബ്ലംസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്മ 1/n² ഡൈവേർജന്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സിഗ്മ 1/n² കൺവേർജന്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സീക്വൻസ് 1/n² കൺവേർജന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീക്വൻസ് അല്ല, സീരീസ് ആണ്. സീക്വൻസ് കൺവേർജന്റ് ആയതുകൊണ്ട് സീരീസ് കൺവേർജന്റ് ആവണമെന്നില്ല അല്ലെ. അതിന് നമ്മുടെ കയ്യിൽ ഏത് എക്സാമ്പിൾ ഉണ്ട്? 1/n എന്നുള്ള എക്സാമ്പിൾ ഉണ്ട്. സീക്വൻസ് 1/n എടുത്താൽ അത് കൺവേർജന്റ് ആണ്, കൺവേർജസ് ടു 0 ആണ്. പക്ഷേ സിഗ്മ 1/n ഡൈവേർജന്റ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സീക്വൻസ് കൺവേർജന്റ് ആയതുകൊണ്ട് സീരീസ് കൺവേർജന്റ് ആവണമെന്നില്ല. അപ്പൊ 1/n² എന്നുള്ള സീക്വൻസ് കൺവേർജന്റ് ആണെന്നുള്ളതിൽ നിന്ന് എനിക്ക് സിഗ്മ 1/n² കൺവേർജൻസിനെ പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ 1/n×n+1 കൺവേർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് xn/yn അതിന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. xn എന്ന് പറയുന്നത് 1/n², yn എന്ന് പറയുന്നത് 1/n×n+1. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു n ക്യാൻസൽ ചെയ്ത് പോയിട്ട് n+1/n എന്ന് വരും. നാച്ചുറൽ നമ്പർ n പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മോഡുലസ് ഒഴിവാക്കാം. സോ n+1/n എന്ന് പറഞ്ഞാൽ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുന്നത്? 1 + 1/n. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ടെൻസ് ടു 0. അപ്പൊ xn/yn ലിമിറ്റ് 1 ആണ്. xn/yn ലിമിറ്റ് നോൺ സീറോ ആണ് എങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അനുസരിച്ച് ഇത് രണ്ടും ഒരേ സ്വഭാവക്കാരായിരിക്കും. ഒന്നുകിൽ രണ്ടും കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടും ഡൈവേർജ് ചെയ്യും. ഇതിലെ ഈ സെക്കൻഡ് സീക്വൻസ് കൺവേർജന്റ് സീരീസ് കൺവേർജന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 1/n² എന്നുള്ള സീരീസും സിഗ്മ 1/n² എന്നുള്ള സീരീസും കൺവേർജന്റ് ആണ്. ഓക്കെ, ഇനി എല്ലാ കേസിലും നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ 1/n² വർക്ക് ചെയ്തു, പക്ഷേ 1/n⁻p എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അവിടെ പക്ഷെ നമുക്ക് ഏത് ഉപയോഗിക്കാം? റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പി സീരീസ് കൺവേർജന്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. xn+1/xn എന്ന് പറഞ്ഞാൽ 1/n+1p ഡിവൈഡഡ് ബൈ 1/n⁻p എന്ന് വരും അല്ലെ. ഡിവൈഡഡ് ബൈ 1/n⁻p എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. So what we get is n⁻p divided by n+1⁻p. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും n⁻p കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. So what we get is 1/n⁻p എന്നുള്ളത് n+1⁻p ഉണ്ട്, n⁻p ഉണ്ട്. അപ്പൊ n-നെ നമുക്ക് അകത്തേക്ക് വിടാം അല്ലെ. n+1/n whole⁻p ആണ്. n+1/n എന്ന് പറയുന്നതാണ് 1+1/n. So this is 1/1+1/n whole⁻p. As n tends to infinity, 1/n tends to 0. അപ്പൊ ഈ റേഷ്യോ 1ലേക്കാണ് പോകുന്നത്. റേഷ്യോ ടെസ്റ്റ് അനുസരിച്ച് റേഷ്യോ 1ലേക്കാണ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടില്ല അല്ലെ. അപ്പൊ ഇവിടെ റേഷ്യോ ടെസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. റേഷ്യോ ടെസ്റ്റ് വർക്ക് ചെയ്യോ എന്ന് വിചാരിച്ചു നോക്കിയപ്പോ റേഷ്യോ 1 എന്നാണ് കിട്ടിയത്. അപ്പൊ അതും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും പറ്റില്ല, റേഷ്യോ ടെസ്റ്റും പറ്റില്ല. പക്ഷെ നമ്മൾ വേറെ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇന്റഗ്രൽ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രൽ ടെസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ടെസ്റ്റിൽ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? 1/t⁻p 1/n⁻p എന്നുള്ളതാണ് എന്റെ സീരീസ് അല്ലെ. സോ എഫ് ഓഫ് ടി ഈക്വൽ ടു 1/t⁻p എന്ന് വരും. ഇന്റഗ്രൽ 1 to n 1/t dt എന്ന് പറഞ്ഞാൽ അത് 1/tയുടെ ഇന്റഗ്രല് log t അല്ലെ. ലോഗിന് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ log n മൈനസ് log 1 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ ഇന്റഗ്രൽ 1 to n 1/t⁻p dt എന്നാണെങ്കിൽ t⁻p എന്ന് പറഞ്ഞാൽ 1/t⁻p എന്ന് പറഞ്ഞാൽ t⁻p ആണ്. t⁻p+1 എന്നുള്ളതിനെയാണ് ഞാൻ 1/1-p എന്ന് എഴുതിയിരിക്കുന്നത്. 1/-p+1 എന്നെ 1/1-p എന്ന് എഴുതി. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് എന്താ ഉള്ളത്? t⁻p+1 അല്ലെ. t⁻p+1ന് 1 to n ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/n⁻p-1 വരും, മൈനസ് 1/t⁻0 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് 1 അല്ലെ. സോ 1/n⁻p-1 -1 എന്ന് കിട്ടും. ഓക്കെ, ഇത് p
P greater than 1-ന് കൺവേർജന്റ് ആണ്, P less than or equal to 1-ന് ഡൈവേർജന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്റഗ്രൽ ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? P series diverges if P less than or equal to 1 and converges if P greater than 1 എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. P സീരീസിന്റെ കൺവേർജൻസ് നമ്മൾ വേറെ രീതിയിലും ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഇനി ഈ സെക്ഷനിൽ ഒരു ടെസ്റ്റും കൂടിയാണ് ഉള്ളത്, റാബീസ് ടെസ്റ്റ്. Let x equal to xn be a sequence of non-zero real numbers. If there exists a greater than 1 and k element of n such that modulus of xn plus 1 by xn is less than or equal to 1 minus a by n for every n greater than or equal to k, then sigma xn is absolutely convergent. If there exists a number a less than or equal to 1 and k element of n such that modulus of xn plus 1 by xn is greater than or equal to 1 minus a by n for n greater than or equal to k, then sigma xn is not absolutely convergent. ഇതാണ് റാബീസ് ടെസ്റ്റ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് a greater than 1 ആണ്, 1 minus a by n എന്ന് പറഞ്ഞാൽ as n tends to infinity ഇത് less than or equal to 1 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്താൽ അത് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ അതേ ഐഡിയ തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ വേറൊരു ടെസ്റ്റ് ആയിട്ട് അത് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് xn plus 1 by xn-നെ ഇങ്ങനെ ഒരു വാല്യൂ വെച്ച് ബൗണ്ട് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ കൺവേർജൻസും ഡൈവേർജൻസും പറയാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടി വരില്ല. അതാണ് റാബീസ് ടെസ്റ്റിന്റെ ഗുണം. ഫസ്റ്റ് ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് xn plus 1 by xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് a by n എന്നാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? a by n minus 1 less than or equal to xn plus 1 by xn less than or equal to 1 minus a by n എന്നാണ് വരുന്നത്. ഇൻ പർട്ടിക്കുലർ n equal to k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? k into xk plus 1 less than or equal to k minus 1 into xk minus a minus 1 into mod xk for k greater than or equal to k എന്ന് നമുക്ക് കിട്ടും. ഈ ടേംസിനെ തന്നെ ഞാനൊന്ന് റീ ഓർഡർ ചെയ്യാൻ പോവാണ്. ഇവിടെ എനിക്ക് k minus 1 into xk ഉണ്ട്. ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മൈനസ് k into xk plus 1 കിട്ടും. ഇപ്പൊ ഇനീക്വാളിറ്റിയിൽ ഈ സൈഡിലാണ് ഞാൻ ടേംസ് എഴുതിയത് അല്ലെ. സോ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ a minus 1 into xk ഞാൻ മറ്റേ സൈഡിലേക്ക് എടുക്കുന്നു. സോ a minus 1 into mod xk. ഇനി a minus 1 into mod xk a greater than 1 ആണ്. അപ്പൊ a minus 1 പോസിറ്റീവ് ആണ്. mod xk എന്ന് പറഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷൻ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്. സോ k minus 1 into xk minus k into xk plus 1 greater than 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് k into mod xk plus 1 എന്നുള്ള സീക്വൻസ് ഡിക്രീസിംഗ് ആണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇങ്ങനത്തെ ആ ടേംസ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ ഇനീക്വാളിറ്റീസ് എഴുതി ആഡ് ചെയ്തില്ലേ, അതേ ഐഡിയ തന്നെ സ്മോൾ കെയുടെ വാല്യൂ ക്യാപിറ്റൽ കെ മുതൽ n വരെ മാറ്റി മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇനീക്വാളിറ്റീസിനെ ടോട്ടൽ ആയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ k ഈക്വൽ ടു സ്മോൾ കെക്ക് ഈ ഫസ്റ്റ് ടേം അത് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവില്ല. അവിടുത്തെ സെക്കൻഡ് ടേം എന്താ വരിക? ക്യാപിറ്റൽ കെ ഇൻറ്റു എക്സ് കെ പ്ലസ് 1 ആണ് വരിക അല്ലെ. അടുത്തത് സ്മോൾ കെ ഈക്വൽ ടു കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ കെ ഇൻറ്റു മോഡ് എക്സ് കെ പ്ലസ് 1 എന്നുള്ളത് ടേം ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഡയഗണലി സമ്മില് അത് കട്ട് ചെയ്ത് പോയിട്ട് അവസാനം ഏതൊക്കെ മാത്രം വരും? ഒന്നാമത്തേതിലെ ഫസ്റ്റ് ടേമും അവസാനത്തേതിലെ ലാസ്റ്റ് ടേമുമാണ് വരിക. സോ കെ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് കെ മൈനസ് n ഇൻറ്റു മോഡ് എക്സ് എൻ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിലെ എല്ലാ ടേംസിലും a minus 1 കോമൺ ഫാക്ടർ ആണ്. സോ a minus 1 ഇൻറ്റു mod xk plus mod xk plus 1 plus etc plus mod xn എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാർഷ്യൽ സം ഓഫ് സിഗ്മ xn ബൗണ്ടഡ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബൗണ്ടഡ് ബിലോ ആണ്, ഡിക്രീസിംഗ് ആണ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൺവേർജന്റ് ആണ് എന്ന് കിട്ടും. ഇത് മോഡുലസ് സീക്വൻസിനാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
ഒറിജിനൽ സീക്വൻസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ്. മോഡുലസ് വാല്യൂസിനാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തത്? ഡിക്രീസിംഗ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ് എന്ന് പ്രൂവ് ചെയ്തത്. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമുക്കത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണ് എന്ന് കിട്ടും. ഇതിന്റെ തന്നെ ബി പാർട്ട് എന്താ വരിക? ഇതേ സംഭവം തന്നെ നേരെ തിരിച്ചു വരും അല്ലെ? അത് നേരെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മോഡ് xn പ്ലസ് 1 ഗ്രേറ്റർ ദാൻ സി ബൈ എൻ ആണ് എന്ന് കിട്ടും. 1/n എന്നുള്ള സീക്വൻസേ ഡൈവേർജന്റ് ആണ്. അപ്പൊ സി ഇൻറ്റു 1/n എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതും ഡൈവേർജന്റ് ആണ്. ഡൈവേർജന്റ് ആയ ഒരു സീരീസിനേക്കാൾ വലുതാണ് മോഡ് xn പ്ലസ് 1ന്റെ ഓരോ ടേംസും വരുന്നത്. ഡൈവേർജന്റിനേക്കാൾ വലുത്. അപ്പൊ ആ സീരീസും ഡൈവേർജന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കൊറോളറി ഉണ്ട്. അത് ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് ആണ്. x equal to xn be a non-zero sequence in R and let a equal to limit n into 1 minus modulus of xn plus 1 by xn. Whenever this limit exists, then sigma xn is absolutely convergent when a greater than 1 and is not absolutely convergent when a less than 1. ഇത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ റിലേഷൻ ഇല്ലേ, ആ റിലേഷൻ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള എക്സ്പ്രഷൻ ആണെന്ന് കാണാം. അതിന് എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എക്കും 1നും ഇടയ്ക്ക് എനിക്ക് ഒരു റിയൽ നമ്പർ a1 കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? സോ അങ്ങനത്തെ ഒരു റിയൽ നമ്പർ ആണ് a1 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ a1 ഗ്രേറ്റർ ദാൻ 1 എന്നെടുത്താൽ a1 ലെസ് ദാൻ n ഇൻറ്റു 1 മൈനസ് മോഡുലസ് ഓഫ് xn പ്ലസ് 1 ബൈ xn ഫോർ n ഗ്രേറ്റർ ദാൻ k എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ റാബീസ് ടെസ്റ്റിലെ ഇനീക്വാളിറ്റി വരുന്നത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് ഇറ്റ്സ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് നമുക്ക് എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവേർജന്റ് എന്നുള്ളത് നമുക്ക് കിട്ടും. ആ റാബീസ് ടെസ്റ്റിന്റെ സെയിം ആപ്ലിക്കേഷൻ തന്നെ എ ലെസ് ദാൻ 1 കേസിലാകുമ്പോൾ റാബീസ് ടെസ്റ്റിന്റെ ബി പാർട്ട് ആണ് വരുന്നത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്കത് ഡൈവേർജന്റ് ആണ് എന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. റാബീസ് ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസും നോൺ ആബ്സല്യൂട്ട് കൺവേർജൻസിനുള്ള ടെസ്റ്റുകളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതോടുകൂടി ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.